നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട്ടിലെ ആളെ കൊല്ലിക്കാട്ടാന പേലൂർ മഗ്നയെ മയക്കുവെടിവെക്കാനുള്ള ദൗത്യം തുടരുന്നു. ഡോക്ടർ അരുൺ സക്രിയയും ഇന്ന് ദൗത്യസംഘത്തിനൊപ്പം ചേരും. ആന ഇപ്പോഴുള്ളത് വനത്തിലാണെന്ന് നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കണ്ട മോഴയും ബേലൂർ മഗ്നയുടെ കൂടെയുണ്ടെന്ന് കരുതുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ആന ഇപ്പോൾ നിൽക്കുന്നത് കുത്തനെയുള്ള പ്രദേശത്താണെന്നും അവിടെ മയക്കുവെടി സാധ്യതയില്ലെന്നും DFO വ്യക്തമാക്കി. ആനയെ മറ്റൊരിടത്തേക്ക് നീക്കാനുള്ള ശ്രമമാണ് ദൗത്യസംഘം നടത്തുന്നത്. ആനയുടെ 100 മീറ്റർ അരികിൽ വരെ എത്താനായത് മാത്രമാണ് ദൗത്യത്തിൽ ഇന്നലെ ഉണ്ടായ പുരോഗതി. കേരള, കർണാടക അംഗങ്ങൾ ഉൾപ്പെട്ട 3 സംഘങ്ങളായാണ് ഇനിയുള്ള ശ്രമങ്ങൾ നടക്കുക. വനം വകുപ്പിന്റെ നിരവധി ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയ ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയ ഇന്ന് ദൗത്യസംഘത്തോടൊപ്പം ചേരും. മറ്റൊരു മോഴയാനയോടൊപ്പമാണ് ബേലൂർ മഗ്നയുടെ സഞ്ചാരം. ഈ മോഴയാന ആക്രമകാരിയാണെന്നതാണ് പ്രതികൂലമായ മറ്റൊരു ഘടകം. കാട്ടാനയെ ട്രക്ക് ചെയ്ത വനത്തിൽ പുലിയുടെ സാന്നിധ്യമുള്ളതും ദൗത്യത്തിന് വെല്ലുവിളിയാണ്. ദൗത്യസംഘം കഴിഞ്ഞ ദിവസം 2 തവണ പുലിയുടെ മുന്നിൽ പെട്ടിരുന്നു.